നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. തംബ്നെയിലും ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്ന് നമ്മളെ കല്യാണ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മളെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളെ നാടൊരുങ്ങി വീടൊരുങ്ങി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂടെ ഞാനും ഒരുങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒഴിച്ചിട്ടാണ് അവിടെ ഒന്നത് കറക്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണില്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? കാണാൻ കൊള്ളാവോ? ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻ ആയ ബ്രൈഡൽ സാരിയിലെ റെഡ് ആൻഡ് ഗോൾഡൻ കോംബോ ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിന്റെ കൂടെ ടെമ്പിൾ ജ്വല്ലറിയാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ ലുക്ക് എന്ന് കമന്റിൽ പറയാൻ മറന്നുപോയത്. ചെക്കന്റെ പെങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് ഹൈപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ റെഡി ആയതിനു ശേഷം വിളക്കൊക്കെ തൊഴുത് വീടും നാടും എല്ലാവരും റെഡിയാക്കി വരും. ഇനി നമ്മൾ ചെക്ക് റെഡിയായത് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മള് ചെക്കിന് ഇവിടെ 50% റെഡിയാക്കിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് റെഡിയാക്കി കൊടുക്കാം. നമ്മളെ ചെക്കിന് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കൂടി എടുക്കാലോ അതിന്റെ കൂടെ. പിന്നെ ഒരു പ്രത്യേക താങ്ക്സ് ഇതിന്റെ മിഡിൽ പിന്നെയും ഞാൻ പറയാണ് നമ്മളെ ഫോട്ടോഗ്രാഫർക്കും വീഡിയോഗ്രാഫറുമായ അഭിജിത്ത് പൊതുനത്തിന്. എന്തിനാന്നല്ലേ, കാരണം കല്യാണ വീട്ടിലെ തിരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ തിരക്ക് പ്രത്യേകിച്ച് കല്യാണ ചെക്കിന്റെ പെങ്ങളും കൂടി ആകുമ്പോ എന്റെ തിരക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ പകുതി മുക്കാലും വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 ക്ലിപ്പിംഗ്സ് അങ്ങനെ മാത്രമേ എൻ്റെ ഫോണിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിലെ പകുതി മുക്കാലും വീഡിയോസ് തന്നത് നമ്മളെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറുമായ അഭിജിത്ത് പൂനത്താണ്. അതുകൊണ്ട് ഒരു എന്താ പറയുക, സ്പെഷ്യൽ താങ്ക്സ് ഞാൻ നമ്മളെ വീഡിയോഗ്രാഫറിനോട് ഈ ഒരു വേളയിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കിനെ ഒരുക്കിയിട്ട് കുറച്ച് ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്കിന്റെ സിംഗിൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഫാമിലി ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൂമെന്റ് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സ്പെഷ്യൽ വൈബും സ്പെഷ്യൽ ഫീലിംഗും ഒക്കെ ഉള്ള ഒരു മൂമെന്റ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഞാൻ അവിടെ ബാക്കിൽ വന്നിട്ട് കമന്ററി അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടുള്ള വീഡിയോ ഫോട്ടോസും എടുത്തിട്ടുണ്ടായത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എത്രയോ വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തത്, എൻ്റെ അനിയന്റെ കല്യാണം എന്ന് പറയുന്നത്. അത്രയോ എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോസും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് കല്യാണ വീഡിയോ കണ്ടു കളയാം. അങ്ങനെ ചെക്കൻ്റെ പെങ്ങന്മാരായ ഞങ്ങളും പിന്നെ ഫ്രണ്ട്സും ഒക്കെ നിന്ന് ഫോട്ടോസും ഫാമിലിയും ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ചെക്കനെയും കൂട്ടിയിട്ട് താഴേക്ക് വരികയാണ്. ഇനി നമുക്കൊരു ചടങ്ങുള്ളതെന്ന് വെച്ചാൽ ചെക്കൻ പൂജാമുറിയിൽ തൊഴുതതിന് ശേഷം എല്ലാവരും കൂടി വന്നിട്ട് അരി നിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കാരണം ചെക്കൻ മണ്ഡപത്തിലേക്ക്, അതായത് പെണ്ണിന്റെ വീട്ടിലാണ് കല്യാണം. അപ്പൊ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെക്കന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ മുതിർന്നവർ എല്ലാവരും അരി നിരിച്ച് അനുഗ്രഹിച്ചിട്ടാണ് ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക്, അതായത് കല്യാണത്തിലേക്ക് കൊണ്ടുപോവുക.
അപ്പൊ ഞാനിവിടെ എല്ലാരും അരിഞ്ഞിരിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ. ഡാഡിയും മമ്മിയും ഞാനും വിഷ്ണുവും, വിഷ്ണു എന്ന് തന്നെയാ പറഞ്ഞു തന്നെ, അതായത് ചെക്കന്റെ പേരും കൂടി പറഞ്ഞു പോയത്, കാരണം അതൊരു ശീലമായി പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ അരിഞ്ഞിരിക്കുന്ന കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാവരും അരിഞ്ഞിരിക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് നീണ്ടു പോകും. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രം, അതായത് കാര്യമായിട്ട് എന്റേത് ഞാൻ കാണിക്കും കേട്ടോ. ഞാൻ എന്റെ അരിഞ്ഞിരിച്ചിട്ട് അവനെ കൊണ്ട് എന്റെ കാല് ഓടിപ്പിക്കുന്നത് വേറെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഫൈനലി ഞാനിത് അരിഞ്ഞിരിക്കുകയാണ്. അവനെ കൊണ്ട് നന്നായിട്ട് കാല് പിടിക്കണം എന്നാ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് സൈഡിൽ നിന്നൊക്കെ പറയുന്നുണ്ട് സമയം വേഗം നോക്കുന്നൊക്കെ. അപ്പൊ നന്നായി കാല് പിടിച്ചതിന് ശേഷം ഞാൻ അവനെ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതാ അരിയൊക്കെ നിരിച്ചിട്ട് മമ്മി ലാസ്റ്റ് നിരിച്ച് ഇനി ഇവിടുന്ന് പാല് കുടിക്കാൻ കൊടുക്കും കേട്ടോ ചെക്കന്. അത് എന്തിന്റെ ബേസാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എല്ലാ എന്താ പറയാ കല്യാണ ചെക്കന്മാരുടെ വീട്ടിലും ഞാൻ ഈ ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെക്കൻ മണ്ഡപത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ചെക്കന്റെ അമ്മ ചെക്കന് പാല് കുടിക്കാൻ കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് അരി ഇരുന്നെടുക്കുന്ന എണീക്കുന്നത്. അങ്ങനെ പാലൊക്കെ കുടിച്ചതിന് ശേഷം അടുത്ത പുതിയ ചെക്കനാണ് ചെക്കനെ പിടിച്ച് എണീപ്പിക്കുന്നത്. അതായത് ചെക്കന്റെ അനിയനാണ് ചെക്കനെ പിടിച്ച് എണീപ്പിക്കുന്നത്. അർജു എന്റെ കസിൻ ബ്രദർ ആണ്, നമ്മളെ ആപ്പന്റെ മോനാണ്. അപ്പൊ അനിയനാണ് വിഷ്ണുവിനെ പിടിച്ച് എണീപ്പിക്കുന്നത്. അങ്ങനെ വാദ്യഘോഷത്തോടു കൂടി നമ്മളിതാ പെണ്ണിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇത് പറയുമ്പോൾ പോലും എനിക്ക് അത്രയും സന്തോഷവും എന്താ പറയാ ആ ഒരു ഫീലിങ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും ഹാപ്പി ആയിക്കൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവറേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാദ്യഘോഷത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ചെക്കന്റെ വീട്ടുകാരാണ് കണ്ണൂർ സൈഡിൽ. നമ്മളിതില് ചെക്കന്റെ വീട്ടിൽ നിന്ന് കേട്ടോ വാദ്യം കൊണ്ടുപോവുക പെണ്ണിന്റെ വീട്ടിലേക്ക്. അങ്ങനെ വാദ്യഘോഷങ്ങളോട് കൂടി ചെക്കൻ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ അലവിലേക്കാ പോകുന്നത്. മണലിന് വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ് പെണ്ണിന്റെ വീടുള്ളത്. അവൻ അത്രയും അടുത്ത് തന്നെ പെണ്ണിനെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ദൂരമൊന്നും നമുക്ക് പോകാനില്ല കേട്ടോ, അത്രയും അടുത്താണ്. അലവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കണ്ണൂരിൽ തന്നെ. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കേണ്ട ഡിസ്റ്റൻസ് എന്തായാലും ഇവർ കൊടുക്കും. കാരണം വീട്ടിന്റെ മുമ്പിൽ കാർ ഇറങ്ങാൻ വിടില്ല. ചെക്കനെ നടത്തിച്ചിട്ടേ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറ്റുള്ളൂ. അതുകൊണ്ട് അലവിൽ ബസ് സ്റ്റോപ്പിലായിട്ടായിരിക്കും കാറ് നിർത്തുക. അതിനുശേഷം അവിടുന്ന് നടത്തിക്കുക ചെയ്യുക കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക്. ആ പൂജാരി അടിപൊളിയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വല്ലോണ്ട് കടിച്ചോ? ഉണ്ടാവൂലേ? അത് നമ്മളോടായിരിക്കും നിങ്ങളുടെ അറിയണ്ടേ. ബിനുവിനോട് പറഞ്ഞിട്ട് നമ്മളെ പൂജാരി വേണ്ടിക്കൊന്ന് കടിച്ചു കൊടുത്തേന്ന്. ഞാൻ അന്നേരം അതിന്റെ ആവശ്യമില്ല. അതിന് നീ താലി ലോക്കറ്റ് വന്നാ ഞാൻ ടൈറ്റ് ആക്കി കൊടുക്കലേ വേണ്ടു. ടൈറ്റ് ആക്കി കൊടുക്കേ വേണ്ടു. ഞാൻ ബാക്കിൽ തരുവോ വേണ്ടത്? അല്ലല്ല ഞാൻ മുടി ഒന്നിച്ചറിയല്ലേ വേണ്ടു. ഒരു കൈനെ കൊണ്ട് മുടി പൊന്തിക്കും, ഒരു കൈനെ കൊണ്ട് താലി കൊടുക്കണം. അടെ ഇവ താലിന്നല്ലേ കെട്ടുന്ന എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഞാൻ മുടി ഒന്നിച്ചരും. ഓക്കെ, നീ താലി കെട്ടിക്കോ ധൈര്യത്തില്, ഞാൻ കൂടി ഉണ്ട്. മിക്കവാറും ഇവൻ മൊത്തം സീനാക്കും കേട്ടാ. മതി ഓവറാക്കണ്ട. കണ്ടോ നീ ഈ ഡയലോഗ് ഒന്നും അടിയത്തേലുണ്ടാവൂലേ? എന്ത് നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അന്ന് പറഞ്ഞ റിംഗ് എക്സ്ചേഞ്ചിനെ. അങ്ങനെ താലി എങ്ങനെ കെട്ടാന്നുള്ള ചർച്ചയ്ക്ക് ശേഷം നമ്മളിതാ ഇവിടെ അലവിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അലവിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ വാദ്യങ്ങളോടുകൂടി ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് നടത്തിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റുള്ള ഡിസ്റ്റൻസ് എങ്കിലും അവർ നടത്തിക്കാണ്ട് വിടില്ല എന്ന്. അതുകൊണ്ട് നമ്മളിത് നടന്നിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്.
അങ്ങനെ ഇതാ നമ്മളിതാ പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വാതിൽക്കൽ തന്നെ പെണ്ണിന്റെ അനിയനും അച്ഛനും അമ്മാവനും ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെണ്ണിന്റെ അനിയനോ ഏട്ടനോ ആരാ ആംഗ്ലിയായിട്ടുള്ളത്, അവരിങ്ങനെ ചെക്കന്റെ കാല് കഴുകി കൊടുക്കും. പെട്ടിയിലുള്ള വെള്ളം എടുത്തിട്ട് കാല് കഴുകി ഒരു ടവൽ കൊണ്ട് കാല് തുടച്ചു കൊടുത്തതിന് ശേഷമാണ് കൈ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവുക. ഇത് വീട്ടിലാണെങ്കിൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ കല്യാണ മണ്ഡപത്തിലാണെങ്കിലും പെണ്ണിന്റെ ആംഗ്ലയായിട്ട് ആരാ ഉള്ളത് അവർ ഇതേപോലെ കല്യാണ ചെക്കന്റെ കാല് കഴുകിയിട്ടാണ് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ കാലൊക്കെ കഴുകി കൈയൊക്കെ കൊടുത്ത് ഷെയ്ക്കാൻഡൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് ഇതാ ചെക്കനെ ഇതാ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ കല്യാണ മണ്ഡപം. ഇനി നമ്മൾ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി പെണ്ണിന്റെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ പെണ്ണിതാ മണ്ഡപത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ പെണ്ണിന്റെ അമ്മയാണ് കയ്യില് താലം കൊടുക്കുക. താലത്തില് വർണ്ണമാല ഇല്ലേ, കല്യാണത്തിന് ചെക്കനും പെണ്ണിനും ഇടുന്ന മാലയാണ് ആ താളത്തിൽ ഉണ്ടാവുക. ആ താലം കൊണ്ടാണ് പെണ്ണ് മണ്ഡപത്തിലേക്ക് നടന്നു കയറുക. അപ്പൊ ഇതാ താലമൊക്കെ കൊടുത്ത് അമ്മ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പെണ്ണിനെ ഇതാ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പെണ്ണ് മണ്ഡപത്തിൽ കയറിയതിനു ശേഷം ഇത് പെണ്ണിന്റെ ആംഗ്ല വന്നിട്ട് ചെക്കനെയും കൂടി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ചെക്കന്റെ കൂടെ തന്നെ നമ്മളും മണ്ഡപത്തിൽ കയറുന്നുണ്ട്. പ്രധാനമായിട്ട് ഞാൻ മണ്ഡപത്തിൽ കയറുന്നുണ്ട് കേട്ടോ, കാരണം ചെക്കന്റെ പെങ്ങളല്ലേ. അപ്പൊ ഞാനും മമ്മിയും ഡാഡിയും അതുപോലെ അനുവിന്റെ അമ്മയും അച്ഛനും അനിയനും കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ മമ്മിയും ഡാഡിയും അനുവിന്റെ അമ്മയും അച്ഛനും അരി നിരിച്ച് ഇവരെ അനുഗ്രഹിക്കും കേട്ടോ, താലി കെട്ടുന്നതിന് മുമ്പേ. ആ ഒരു ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അരി നിരിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം ഫസ്റ്റ് പെണ്ണ് ചെക്കന് മാലയിട്ട് സ്വീകരിച്ച് അതിനുശേഷമാണ് ചെക്കൻ പെണ്ണിനെ താലി കെട്ടി സ്വീകരിക്കുക. അതൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പൊ മാലയിട്ട് സ്വീകരിച്ചിട്ട് ഇത് താലി കെട്ടുകയാണ് വിഷ്ണു. അങ്ങനെ താലി കെട്ടിയതിനു ശേഷമാണ് വധുവിനെ വരൻ മാലയിട്ടും കൂടി സ്വീകരിക്കുന്നത്. അങ്ങനെ വരൻ മാലയിട്ടതിന് ശേഷമാണ് പിന്നെ വധു എഗെയിൻ ഗോൾഡിന്റെ ചെയിന് ചെക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ചടങ്ങ് തന്നെ കേട്ടോ, നല്ല രസമാണ് പറയുന്ന കേൾക്കാൻ തന്നെ. ഇതാ ഇവിടെ ഇതാ ഗോൾഡിന്റെ ചെയിനും കൂടി ചെക്കൻ ഇട്ട് കൊടുത്തു. ആദ്യം പെണ്ണ് ചെക്കിനെ മാലയിട്ട് സ്വീകരിച്ച് ചെക്കൻ പെണ്ണിനെ താലി കെട്ടി സ്വന്തമാക്കി എന്നിട്ട് മാലയിട്ട് സ്വീകരിക്കുന്നതാണ് കേട്ടോ പറയാ. അപ്പൊ അതിനുശേഷം ഇതാ പെണ്ണിന്റെ അനിയൻ വന്നിട്ട് രണ്ടുപേർക്കും ബൊക്കെ കൊടുത്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഈ കയ്യിൽ പിടിക്കുന്ന ബൊക്കെ ഇനി ചെക്കനും പെണ്ണിനും കൊടുത്തിട്ടുണ്ട്. അവർ ഇത് തമാമിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്യൂട്ടായിട്ടുള്ള ആചാരമല്ലേ. അതിനുശേഷമാണ് കന്യാദാനം. അതായത് കന്യാദാനം എന്ന് പറയുന്നത് പെണ്ണിന്റെ അച്ഛൻ ചെക്കന്റെ കയ്യിലേക്ക് പെണ്ണിന്റെ കൈ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കന്യാദാനം. അതാണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. കന്യാദാനം ചെയ്യുന്ന ടൈമിൽ ഞാനൊരു നല്ല കമന്ററി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ബാക്കില്, എന്റെ മോളം മര്യാദക്ക് നോക്കിക്കോളണം വിഷ്ണു എന്നാണ് അങ്കിള് പറയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കന്യാദാനത്തിന് ശേഷമാണ് മണ്ഡപം വലം വെക്കുക. ഇത് 3 പ്രാവശ്യമാണ് വലം വെക്കേണ്ടത്. അതായത് ആ കല്യാണ മണ്ഡപം ചെക്കനും പെണ്ണും കൂടി കൈ പിടിച്ചിട്ട് ചെക്കൻ മുമ്പിൽ നടന്ന് പെണ്ണ് ബാക്കിൽ നടക്കണം. അത് 3 പ്രാവശ്യമാണ് വലം വെച്ച് വരിക കേട്ടോ. ചില സ്ഥലത്ത് 7 പ്രാവശ്യമൊക്കെ ഉണ്ട്, നമ്മളെ ഇതില് 3 പ്രാവശ്യമാണ്. അതിനുശേഷമാണ് നെറുകയിൽ കുങ്കുമം ഇട്ട് കൊടുക്കുക. ചെക്കൻ പെണ്ണിന്റെ നെറ്റിയിൽ കുങ്കുമം ഇട്ട് കൊടുക്കുന്നത്. ആ ചടങ്ങാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുങ്കുമം
ഒക്കെ വെച്ച് കുറച്ച് കിസ്സിങ് സീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സെക്ഷനും കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ചെക്കൻ്റെ അമ്മായി അരി നെരിക്കാൻ വരും. അരി നെരിച്ചിട്ട് ചെക്കൻ്റെ അമ്മായി ചെക്കൻ്റെയും പെണ്ണിന്റെയും മടിയിലായിട്ട് പുടവ വെച്ചെടുക്കും. അമ്മായി പുടവ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ പുടവ വെച്ചിട്ട് അരി നെരിച്ചിട്ട് പോകും. ഇനി അത് എടുക്കാനായിട്ട് പെണ്ണിന്റെ അമ്മായി വന്നിട്ട് അരി നെരിച്ചിട്ട് ആ കല്യാണ പുടവ എടുത്തിട്ട് പോവുക. അതായത് ചെക്കൻ്റെ അമ്മായി പെണ്ണിന്റെ അമ്മായിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഈ കല്യാണ പുടവ. അതിന് എന്തൊക്കെയോ മീനിങ്ങും സ്റ്റോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതൊന്നും റൈറ്റ് ആയിട്ട് അറിയില്ല. എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ചെക്കൻ്റെ അമ്മായിയാണ് പുടവ വെച്ചിട്ട് പെണ്ണിന്റെ അമ്മായിയാണ് എടുക്കുക. അതിനുശേഷം നടക്കുന്ന ചടങ്ങാണ് ഒരു പഴം എടുത്തിട്ട് രണ്ടുപേരും മധുരത്തിൽ മുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വായിൽ വെച്ചു കൊടുക്കും. അതൊരു ചടങ്ങാണ്. അതായത് ചെക്കനും പെണ്ണിനും ആദ്യത്തെ മധുരം കൊടുക്കുന്നതെന്നുള്ളൊരു രീതിയിലുള്ള ചടങ്ങാ തോന്നുന്നു, അതെനിക്കറിയില്ല. അതിനുശേഷം എല്ലാ മുതിർന്ന ആൾക്കാരും വന്നിട്ട് ഈ പുതിയ എന്താ പറയാ കപ്പിളിനെ അനുഗ്രഹിക്കുക ചെയ്യുക. അരി നെരിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എല്ലാവരും വന്നിട്ട് അരി നെരിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം വീഡിയോ നീണ്ടു പോകുന്നതായിട്ട് കാര്യമായിട്ട് എന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്റെ കാലം എന്തായാലും അവരെ കൊണ്ട് പിടിപ്പിക്കണ്ടേ, മൂട്ടേച്ചീന്റെ ഒരു അധികാരം അവിടെയല്ലേ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അരി നെരിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാരെയും ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോ സെക്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങള്. അപ്പൊ ചെക്കന്റെയും പെണ്ണിന്റെയും സിംഗിൾ ഫോട്ടോസ് എടുത്തതിന് ശേഷം ഫാമിലി ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ടൈം, അതായത് നമ്മൾ ഫോട്ടോ സെക്ഷന് ശേഷം ചെക്കന്റെ അമ്മയോ അച്ഛനും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ചെക്കന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അവിടെ അധിക സമയം നിൽക്കില്ല. കാരണം എന്നിട്ട് ചെക്കന്റെ അമ്മയും അച്ഛനും പിന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നത് സൽക്കാരത്തിനാട്ടോ വരിക. അപ്പൊ ഇതാ ഈ ഫോട്ടോ സെക്ഷന് ശേഷം ഇതാ ഫാമിലി ഫോട്ടോ സെക്ഷൻ ആണ്. ഫാമിലി ഫോട്ടോ സെക്ഷന് ശേഷമാണ് ചെക്കന്റെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് പോകുക. എങ്ങനെയാണ് നമ്മളെ ഫാമിലി ഫോട്ടോ വരുമ്പോൾ എല്ലാവരെയും ആ ഡ്രസ് കോഡും കളർ കോമ്പിനേഷനും ഒരുപാട് നാള് കാത്തിരുന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഫ്രെയിം ആയിട്ട് എനിക്ക് വേണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് ഞാൻ എന്താ പറയാ ബിൽഡ് ചെയ്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു എന്റെയും മമ്മീന്റെയും സാരി, മമ്മീന്റെയും ഡാഡിന്റെയും പിന്നെ വിനുവിന്റെയും മക്കളെയും ഡ്രസ്സ്, വിഷ്ണുവിന്റെ ഡ്രസ്സ്, പെണ്ണിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റെഡ് ഡ്രസ്സ്, അങ്ങനെ എല്ലാം എന്താ പറയാ വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്തൊരു കാര്യങ്ങളായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇതാ പെണ്ണിന്റെയും ചെക്കന്റെയും കൂടി നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പെണ്ണിന്റെ ഫാമിലിയും പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോ സെക്ഷൻ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും ഞാൻ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് പെണ്ണിന്റെ അനിയന്റെ കൂടെ നിന്നിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഗംഭീരമായ ഫോട്ടോ സെക്ഷന് ശേഷം ഇതാ നമ്മളിത് ഊണ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അടിപൊളി കണ്ണൂർ സ്റ്റൈല് സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് ഇതാ ചെക്കനും പെണ്ണും കൂടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. കാരണം ചെക്കനും പെണ്ണിനും തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരാൻ ടൈമായി. അപ്പോൾ വരുന്നതിന് മുന്നേ ആയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ കയറിയിട്ട് പെണ്ണിൻ്റെ മുതിർന്നവർ എല്ലാവരും കൂടി അരി നെരിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ നെരിച്ച് ഇതാ പെണ്ണിൻ്റെ അമ്മ കൈപ്പിടിച്ച് എണീപ്പിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സങ്കടപ്പറച്ചിലും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞാനും കരഞ്ഞു പോയി കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പെണ്ണിൻ്റെ അമ്മ കരയുന്ന കണ്ടപ്പം തന്നെ ഞാനും കരഞ്ഞു എന്നുള്ളതായിരുന്നു സത്യം. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഇതെന്താ ചടങ്ങെന്ന് മനസ്സിലായോ? മച്ചിന്യം പണം ചോദിച്ചു വാങ്ങുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ തന്നെ കേട്ടോ ചെക്കനെ റെഡിയാക്കിയത്. അതായത് പെണ്ണിൻ്റെ മച്ചിന്യം വന്നിട്ട് ചെക്കനോട് മച്ചിന്യം പണം ചോദിച്ചു വാങ്ങിയിട്ട് ഒരു പൈസ കൊടുത്തിട്ടാണ് പെണ്ണിനെയും കൊണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്ന്. അതൊരു ചടങ്ങാണ്, മച്ചിന്യൻ്റെ അവകാശം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ മച്ചിന്യം പണമൊക്കെ വാങ്ങിയതിന് ശേഷം അവരെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വാദ്യഘോഷങ്ങളോടുകൂടി ഇതാ ചെക്കനെയും പെണ്ണിനെയും കല്യാണ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു 5 മിനിറ്റ് നടത്തിച്ചതിന് ശേഷമാണ് കേട്ടോ അവരെ കാറിൽ കയറ്റിയത്. നേരത്തെ പോലെ തന്നെ ഇതാ കാറിൽ കയറി എല്ലാവരോടും ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട്
നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. 5 മിനിറ്റിന്റെ എന്താ പറയാ 5 to 10 മിനിറ്റിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഇവർക്കിട്ടൊരു പണി വരുന്നതേ ഉള്ളൂ. അതും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എന്റെ ഫോണിലെടുത്ത ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ടോ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് നമ്മൾ പോകുന്നത്. ഇനി ചെക്കനും പെണ്ണിനും ഉള്ള ഒരു ചെറിയ പണി വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മളെ വീട്ടിന്റെ മുമ്പിലായിട്ട്, അത് വീട്ടിന്റെ മുമ്പിലല്ല, നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റോഡില് വെള്ളം കയറിയിട്ടുണ്ട്. റോഡിൽ അത്യാവശ്യത്തിൽ വെള്ളം ഉണ്ട്, കാരണം മഴക്കാലം ആയതുകൊണ്ട്. അതുകൊണ്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് ഇനി ഈ വെള്ളത്തിലൂടെ നടക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ മറ്റേ ബിരിയാണി ചെമ്പില്ല അതിന്റെ അകത്ത് ചെക്കനെയും പെണ്ണിനെയും നടത്തിക്കുന്നൊക്കെ ഒരു പ്ലാന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു നമ്മൾ കാറിന്റെ അകത്ത്. അയ്യോ ഞാൻ കേരൂല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഇത് അവിടെ എത്തുമ്പം വണ്ടി തടഞ്ഞു വെച്ച് വണ്ടി നിർത്താൻ പറയുന്നതാണ് നമ്മളോട്. അപ്പൊ ഇനി ഈ വെള്ളത്തിലൂടെ നടക്കേണ്ട ചടങ്ങാണ് എനിക്കും അടുത്തത് ഉണ്ടാവുക. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാരും വണ്ടി സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം എന്ന് പറയാൻ അത്ര വെള്ളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇത് ചെക്കനെയും പെണ്ണിനെയും കൂടി ഇതിലൂടെ നടത്തിക്ക. ചെമ്പിൽ എന്തായാലും ഇരുത്തിക്കണ്ട, നല്ല ഡ്രസ്സൊക്കെ ഇട്ടല്ലേ, ചെമ്പിൽ ഇരുത്തിക്കണ്ട, പക്ഷെ വെള്ളത്തിലൂടെ നടന്നോളൂ എന്ന് പറയാണ്. അപ്പൊ വെള്ളത്തിൽ നടക്കുന്ന ചടങ്ങും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ക്യാമറാമാൻ. ആ ക്യാമറാമാനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇതിന്റെ നടുക്ക് പറയാണ്. കാരണം ക്യാമറാമാന്റെ കയ്യിലുള്ള വീഡിയോ ആണ് പകുതിയും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നോട് കമന്റിൽ ചോദിക്കാൻ, ഞാൻ നമ്പർ തരുന്നതായിരിക്കും ക്യാമറാമാൻ്റെത്. അടിപൊളി വീഡിയോ ആണ്. അപ്പൊ ഇതാ നമ്മളെ ചെക്കനും പെണ്ണും കൂടി ഇതാ വെള്ളത്തിലോട്ട് നടന്നു പോകുന്നുണ്ട്. ഞാൻ ബാക്കിൽ നിന്നുള്ള വീഡിയോസ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ബാക്കിൽ മെല്ലനെ നടന്നു വരായിരുന്നു. സാരിയൊന്നും ഇട്ടിട്ട് ഈ വെള്ളത്തിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ ഫ്രണ്ടിലുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ചെക്കനും പെണ്ണും വെള്ളത്തിൽ നടക്കുന്ന ഫോട്ടോസ്. പെണ്ണ് ആ പറഞ്ഞ ഡയലോഗ് വേറെ ഒന്നല്ല. പെണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റോഡിലേക്ക് വരുന്ന വഴിക്ക് വെള്ളമല്ലേ, അപ്പം നമ്മൾ ബിരിയാണി ചെമ്പിൽ തോണി തൊഴിഞ്ഞിട്ട് വരേണ്ടി വരുമോ എന്നൊരു കമൻട്രി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പണിയായിരുന്നു പെണ്ണിന് കൊടുത്തിട്ടുണ്ടായത്, വെള്ളത്തിൽ നടത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി ചെമ്പിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരണം എന്നായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായത്. ആ പ്ലാനിൽ ഞാനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം മാത്രമായിരുന്നു. ഞാനായിരുന്നു എല്ലാവർക്കും നല്ല ഹൈപ്പ് കൊടുത്തോണ്ടിരുന്നത്, ചെയ്യൂ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പെണ്ണിനെയും ചെക്കനെയും നടത്തിച്ച് വന്നതിന് ശേഷം ഇതാ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ചടക്കവും ഡാൻസും പാട്ടും പഞ്ചാരിമേലും ഒക്കെ കൂടുകയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഡാൻസിനും പാട്ടിനും ശേഷം ചെക്കനെയും പെണ്ണിനെയും ഇനി വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്താൻ പോവാണ്, വീട്ടിലേക്ക് കയറ്റാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളടുത്തുള്ള ചടങ്ങ് എന്ന് വെച്ചാൽ, ചെക്കൻ്റെ അമ്മ, അതായത് പെണ്ണിൻ്റെ അമ്മായി അമ്മ കാല് കഴുകി കൊടുക്കും പെണ്ണിന് ഇതേപോലെ കിണ്ടിയിൽ വെള്ളം എടുത്ത് കാല് കഴുകി ടവലിനെ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് കൈ പിടിച്ചിട്ട് പെണ്ണിൻ്റെ അമ്മ ചെക്കൻ്റെ അമ്മ പെണ്ണിനെ കൈ പിടിച്ചിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് വലതുകാല് വെച്ച് കയറാൻ പറയുക ചെയ്യുക. ആ ഒരു ചടങ്ങാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഫിലിമൊക്കെ കണ്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കുറേ ആൾക്കാർ വിളക്ക് കൊടുത്തിട്ട് അകത്ത് കയറണം എന്നുള്ള പറഞ്ഞിട്ടുള്ള ചടങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഡാഡീൻ്റെയും മമ്മീൻ്റെയും വീഡിയോയിലും, അതായത് കല്യാണ വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ചടങ്ങ് ഇത് തന്നെയായിരുന്നു, കൈ പിടിച്ചിട്ട് അകത്ത് കയറ്റുന്നത്. അല്ലാണ്ട് വിളക്ക് കൊടുത്തിട്ടല്ല കയറ്റുന്നുണ്ടായത്, കാല് കഴുകിയിട്ട് കൈ പിടിച്ചിട്ടായിരുന്നു അകത്ത് കയറ്റുന്നുണ്ടായത്. അതേ ചടങ്ങ് തന്നെയായിരുന്നു നമ്മൾ വിഷ്ണുവിൻ്റെ കല്യാണത്തിനും ചെയ്തിട്ടുണ്ടായത്. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ എല്ലാവരും കൂടി അരി നിരിച്ച് ഇവർ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അല്പ ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോയിൽ, കാരണം വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇവരെ അരി നിരിച്ച് അനുഗ്രഹിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഞാൻ പറയാം, എൻ്റെ കാല് ഇന്നത്തെ ദിവസമല്ല എനിക്ക് ഇവരെ കൊണ്ട് നല്ലോണം കാല് പിടിപ്പിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എൻ്റെ കാല് നല്ലോണം പിടിക്കുമെന്ന് പറയുമായിരുന്നു ഞാൻ. ഇനി അതിന് ശേഷം
ചെക്കൻ്റെ അമ്മ ഒരു പഴം കൊടുത്തിട്ട് അത് മധുരത്തിൽ മുക്കിയിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കാൻ പറയും. നമ്മൾ മണ്ഡപത്തിൽ നിന്ന് ചെയ്തില്ല, അതേപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിൽ വന്നാലും ഇതേപോലെ ചെയ്യും കേട്ടോ. മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. അങ്ങനെ മധുരം കൊടുത്തതിന് ശേഷം നമ്മൾ എണീച്ചിട്ട് രണ്ടുപേരെയും പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അതിനുശേഷം നമ്മൾ മണ്ഡപത്തിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ അതായത് മറന്നുപോയൊരു ഫോട്ടോ നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് എടുക്കുകയാണ്, ഫാമിലി ഫോട്ടോ. അതായത് ഞാനും ഹസ്ബൻഡും മക്കളും ഇവർ തമ്മിലുള്ള ഫോട്ടോ മണ്ഡപത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ് ഈ ഫോട്ടോ. അതിനുശേഷം ചെക്കനോടും പെണ്ണിനോടും റെഡിയാകാൻ പറയുകയാണ്. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവരോട് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ടായത്. കാരണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇനി കുറച്ച് ആൾക്കാർ വരും പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടും വീട് കാണാൻ വേണ്ടിയിട്ടും. അതൊരു ചടങ്ങാണ്. അങ്ങനെ ഫോട്ടോ സെക്ഷന് ശേഷം പെണ്ണിനോടും ചെക്കനോടും റെഡിയാകാൻ പറഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞു. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, അവരാണിത്. അങ്ങനെ അവർ വരുന്ന ടൈമിൽ അനുവിനെയും വിഷ്ണുവിനെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ, റെഡി ആയിട്ടൊക്കെ. ഇത് എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഡിഫറൻസ് തിരിയും നല്ലതുപോലെ. അങ്ങനെ അവരൊക്കെ വന്ന് പോയതിന് ശേഷമുള്ള ക്ലിപ്പിങ്സാണ് ബാക്കിയുള്ളത്. അങ്ങനെ രണ്ടുപേരും ടയേർഡായിട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ വെഡിങ് വീഡിയോ എന്നുള്ളത് കമൻറ്റിൽ പറയണേ. എൻ്റെ ഫോണിലും പിന്നെ എൻ്റെ വീഡിയോഗ്രാഫർ എടുത്ത ക്ലിപ്പിങ്സും കൂടി മിക്സ് ചെയ്താക്കിയ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇവർക്ക് ഫസ്റ്റ് നൈറ്റിന് കൊടുത്തൊരു 8ൻ്റെ പണിയുണ്ട് മക്കളെ. അത് കാണണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ വരാനേ ഇരിക്കുന്നുള്ളൂ. അത് കാണണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഉടനെ വരുന്നതായിരിക്കും. അടിപൊളി ഇവർക്ക് പണി കിട്ടിയ ഫസ്റ്റ് നൈറ്റിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. See you soon in the next video. Ta-da, bye bye.